ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മട്ടൺ കൊണ്ടുള്ള ഒരു യഗ്നി പുലാവ്. അതിനായിട്ട് ഞാനൊരു 300 ഗ്രാം മട്ടൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കൂടെ 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഫ്രഷ് മല്ലി, ഒരു ചെറിയ കുടം വെളുത്തുള്ളി, 2-3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ 2-3 പീസ് പട്ട, ഒരു 2 പീസ് ഇഞ്ചി, 2 ഏലക്ക, പിന്നെ ഒരു സവാളയുടെ പകുതി. ഇത് നമുക്ക് നന്നായിട്ട് ഇത് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അല്ല, ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇനി ഇതാ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇതിലോട്ടിടാം. പ്രഷർ കുക്കറിലിട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം സവാള ഞാൻ ഇതുപോലെ ഒരു 3-4 പീസായിട്ടാണ് അരിഞ്ഞത്. അതെല്ലാം പച്ചമുളക് ഇടാം, ഇഞ്ചി മുഴുവനായിട്ടിടാം, പട്ട ഇടാം, വെളുത്തുള്ളി ഇടാം, പിന്നെ ബേ ലീഫ്, പിന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇതെല്ലാം നമുക്കിതിലോട്ടിട്ട് ഒരു 2 കപ്പ് വെള്ളം വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പി വെച്ച് ഞാനൊരു സൺഫ്ലവർ ഓയിലാണ് കുറച്ചൊഴിക്കുന്നത്. 2-2.5 ടീസ്പൂൺ ഒഴിക്കാം. ഞാനൊരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഉള്ളി ഫ്രൈ ആയ സമയം കൊണ്ട് ഈ കപ്പിന് ഒരു 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം മട്ടൺ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കഴുകി സ്ട്രെയിനറിൽ നമുക്ക് കഴുകി ഊറ്റി വയ്ക്കാം. നമ്മൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഉള്ളി വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് ഒരു തക്കോലം, ഒരല്പം ക്യുമിൻ സീഡ്, ഒരു ബേ ലീഫ്, 3 ഏലക്കായ, ഒരു ചെറിയ 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഒരു 3-4 ഗ്രാമ്പു. കാരണം ഞാൻ എല്ലാം ചെറിയ അളവിലാണ് എടുക്കുന്നത്. ഞാൻ 300 ഗ്രാം മട്ടനേ ഉള്ളൂ. അതിനനുസരിച്ച് അരിയും സാധനങ്ങളും അതനുസരിച്ചാണ് ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുക്കാം. അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിലോട്ടിടാം. മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് അതിൻ്റെ മട്ടൺ മാത്രം ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ആക്കി വെച്ച മട്ടണിലോട്ട് ഒരു 4 പച്ചമുളക് ഇടാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയിൽ നിന്ന് പകുതി ഇടാം. ഒരു 1/4 കപ്പ് തൈര് ഒഴിക്കാം. നമ്മൾ മട്ടൺ വേവിച്ച വെള്ളമാണ്, അത് അരിച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ഒഴിക്കാം 1 കപ്പ്. ഇനി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമായിട്ടാണ് നമുക്കിത് ഒഴിക്കേണ്ടത്. ഇനി ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. നമുക്കിതിലേക്ക് ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരി കൂടി ഇതിലേക്ക് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട,
കുറച്ചും കൂടെ തീ കുറച്ചിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. നമ്മൾ ഉപ്പ് നോക്കിയിട്ടില്ല, കാരണം മട്ടനിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് വരില്ലോട്ടോ. നല്ല മണം, അടിപൊളി മണം എല്ലാം വരുന്നുണ്ട്. കാരണം മട്ടൻ ആയതുകൊണ്ട് അടിപൊളി ടേസ്റ്റുമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഇതിലിടാം. ഇത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഫ്രൈ ചെയ്ത സവാള ബാക്കി കൂടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ഉപ്പെല്ലാം കറക്റ്റിനുണ്ട്. ഞാൻ വിചാരിച്ചു ഉപ്പ് കുറവായിരിക്കുമെന്ന്, പക്ഷേ ഉപ്പെല്ലാം കറക്റ്റിനുണ്ട്. ഇനി നമുക്കിതങ്ങ് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് ആവിയിൽ കിടന്ന് ഒരു 2 മിനിറ്റ് കൂടെ കിടന്നോട്ടെ, എന്നിട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മട്ടൻ യഗ്നി പുലാവ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇത് കണ്ട, ഒരു രക്ഷയില്ല. ഇത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുലാവാണ്. നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.